നമസ്കാരം. IPL-ൽ ഏറ്റവും അധികം താരപരിവേഷം ചാർത്തിക്കിട്ടിയ ഒരാൾ ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് MS ധോണിയാണെന്ന്. ടൂർണമെന്റിന്റെ ആദ്യ സീസൺ മുതൽ ഇതുവരെ തന്റെ മൂല്യത്തിൽ ഒരിടിവും വരുത്താതെ കാത്തു സൂക്ഷിക്കാൻ താരത്തിന് സാധിക്കുകയും ചെയ്തിരുന്നുണ്ട്. എന്നാൽ പ്രായം വലിയ തിരിച്ചടിയാകുമ്പോൾ ധോണിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും സജീവമായി തുടരുകയാണ്. പക്ഷേ ഈ ഒരു സീസൺ കൂടി തങ്ങളുടെ പ്രിയപ്പെട്ട തലയെ ഗ്രൗണ്ടിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അതിന്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ധോണിയെ ഉൾപ്പെടെ നിലനിർത്താൻ CSK ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം അനുസരിച്ച് CSKയുടെ എക്കാലത്തെയും മികച്ച താരവും നായകനുമായ ധോണിയെ അവർ നിലനിർത്തിയേക്കുമെന്നാണ് അറിയുന്നത്. IPL-ലെ ഏറ്റവും പുതിയ നിയമമാണ് ധോണിക്കും CSKയ്ക്കും ഒരു അവസാന അംഗത്തിനുള്ള ഒരുക്കത്തിന് കൂടി അവസരം നൽകുന്നത്. IPL-ന്റെ കന്നി സീസണിൽ ആരംഭിച്ച നിയമം തിരികെ കൊണ്ടുവരാൻ BCCI തീരുമാനിക്കുകയായിരുന്നു. ഇതിലൂടെ കുറഞ്ഞത് 5 വർഷം മുൻപ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ കളിക്കാരെ അൺക്യാപ്ഡ് താരങ്ങളെ ലേലത്തിന് വിടാൻ അനുവദിക്കുന്നുണ്ട്. 2021 റദ്ദാക്കിയ നിയമമായിരുന്നു ഇത്. പിന്നീട് ഇത്തവണ മുതൽ വീണ്ടും പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചതോടെയാണ് ധോണിയുടെ സാധ്യതകൾ വീണ്ടും തെളിയുന്നത്. ഈ നിയമം പക്ഷേ ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രമാണ് ബാധകമാവുക എന്നും IPL സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇക്കുറി ധോണിയെ CSK ജേഴ്സിയിൽ കാണാനാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ധോണി അവസാനമായി അന്താരാഷ്ട്ര മത്സരം കളിച്ചത് 2019 ലോകകപ്പിലായിരുന്നു. പിന്നീടാണ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇതോടെ ഇനി CSKയ്ക്ക് താരത്തെ നിലനിർത്താനുള്ള അവസരം ലഭിക്കുകയാണ്. 2022 താരലേലത്തിന് മുന്നോടിയായി 12 കോടി രൂപ നൽകിയാണ് ധോണിയെ ചെന്നൈ ടീമിൽ രണ്ടാമത്തെ താരമായി നിലനിർത്തിയത്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. 4 കോടി രൂപ മുടക്കിയാൽ ധോണിയെ ചെന്നൈക്ക് ടീമിൽ തന്നെ നിലനിർത്താം. മുൻ സീസണിലേത് വെച്ച് നോക്കുമ്പോൾ പ്രതിഫലത്തിൽ വലിയ ഇടിവാണെന്ന് തോന്നുമെങ്കിലും കഴിഞ്ഞ 5 വർഷത്തോളമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കാത്ത വയസ്സ് 43 കടന്ന ഒരു താരത്തെ ഇത്രയധികം തുക നൽകി ഒരു ടീം സ്വന്തമാക്കിയാൽ അത് തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് കണക്കാക്കേണ്ടത്. ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം 5 തവണ IPL ചാമ്പ്യനായ താരം കൂടിയാണ് മഹേന്ദ്ര സിംഗ് ധോണി. 1.5 പതിറ്റാണ്ടിനിടെ CSKയ്ക്ക് വിലക്ക് നേരിട്ട 2 വർഷം ഒഴികെ ടീമിനൊപ്പം തന്നെ ഉറച്ചു നിന്നയാൾ കൂടിയാണ് ധോണി. അതുകൊണ്ട് തന്നെ ചെന്നൈ മാനേജ്മെന്റ് താരത്തിന് വേണ്ടി എത്ര തുക വേണമെങ്കിലും മുടക്കാൻ തയ്യാറാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ ധോണിയുടെ പ്രതിഫല വാർത്തകൾ വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങൾ താരത്തെ പുകഴ്ത്തിയുള്ള ട്രോളുകളും സജീവമാണ്. റാഞ്ചിയിൽ നിന്നുള്ള ഒരു സാധാരണ സ്ട്രോബെറി കർഷകന് IPL-ൽ ഇത്രയും ഡിമാൻഡോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. ധോണിയുടെ ഫാം ഹൗസിനെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ അഭിപ്രായ പ്രകടനം. എന്തായാലും ധോണിയുടെ കഴിവിൽ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എത്ര വില കൊടുത്താലും ടീമിനെ രക്ഷിക്കാൻ ധോണി എത്തുമെന്നാണ് ചെന്നൈ ആരാധകർ പ്രതീക്ഷിക്കുന്നത്.